പക്ഷേ ഇന്നലെ തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞ് രാജീവേട്ടൻ്റെ ഫോൺ വന്നു. PM സ്റ്റേജിലിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു, പാലാ വിട്ടുകളയരുത്, പാലാണ് ഫസ്റ്റ് പോസിബിലിറ്റി. കേരള നിയമസഭയിലേക്ക് NDA കാണുന്ന ആദ്യത്തെ സീറ്റ് ഈ നിങ്ങൾ ഓരോരുത്തരും ഈ കഴിഞ്ഞ 1-2 മാസക്കാലം ചെയ്ത വലിയ ജോലിയുടെ ഫലമാണ്. എല്ലാ മുന്നണി സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളൊരു വലിയ ജനകീയ മുന്നേറ്റമാണ് നമ്മൾ നടത്തിയത്. നമ്മൾ ചർച്ച ചെയ്തത് ജനങ്ങളെക്കുറിച്ചാണ്. ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും വരുന്ന തലമുറയും എങ്ങനെ പാലായി ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. നമുക്ക് ജനങ്ങളുടെ ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചത് അതാണ്. ഇനിയൊരു തലമുറയെങ്കിലും അന്തസ്സായിട്ട് ജനിച്ച മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ഇവിടെ നരേന്ദ്രമോദിക്ക് കഴിയൂ. പാലാ നിയോജകമണ്ഡലത്തിൽ 10% ആളുകൾക്ക് പോലും രാഷ്ട്രീയപരമായ അടിമത്തമുള്ളവരല്ല. അവർ കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട്, CPM ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ പാലായിലെ BJPയുടെ ശക്തി എന്താണെന്ന് കണ്ട് ഞെട്ടാൻ പോവുകയാണ് 4-ാം തീയതി. എനിക്കൊരു സംശയമില്ല. അത്രയും അടിത്തറയുണ്ട് BJPക്ക്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് ഞാൻ ചോദിച്ച് മേടിച്ചത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കെതിരെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട വർഗീയ പാർട്ടി എന്ന പരിവേഷം ഏപ്രിൽ 9-ാം തീയതി തേച്ച് കഴുകിക്കളയണം. നമുക്ക് പാലാ നിയോജകമണ്ഡലം ജയിച്ചു കഴിഞ്ഞാൽ BJPയെ വർഗീയ പാർട്ടിയെന്നും വർഗീയ പ്രസ്ഥാനമെന്നും പറയാൻ ഒരാളുടെ നാവ് കേരളത്തിൽ പൊങ്ങില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇതൊരു പാലാ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പല്ല. അതിനപ്പുറത്ത് കേരള BJPയോടും ദേശീയ തലത്തിൽ BJPയോടുമുള്ള ഒരു വലിയ പ്രതിബദ്ധത കൂടിയാണ്. പാലാ പിടിച്ചിട്ട് പാലായുടെ വികസനം കാണിച്ച് വേണം നമുക്ക് ചുറ്റുവട്ടം മുഴുവൻ പിടിക്കാൻ. എനിക്ക് സത്യം പറയാമല്ലോ, ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം നട്ടുച്ചയ്ക്കും പാതിരാത്രിക്കും നമ്മുടെ എല്ലാ പരിപാടികൾക്കുമുള്ള അമ്മമാരുടെ സാന്നിധ്യം. അത് ഒത്തിരി അനുഗ്രഹമാണ്, സന്തോഷമാണ്. എങ്കിലും BJPയെ സ്നേഹിക്കുന്ന, NDA സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം, അവരുടെ എല്ലാം വലിയ പിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ ഒരു സുഹൃത്തായി, സഹോദരനായ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഒരു ഫോൺ കോൾ അകലെ ഞാനുണ്ടാവും. എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ എൻ്റെ കൂടെ ഉണ്ടാകണം, സഹായം എൻ്റെ കൂടെ ഉണ്ടാകണം. ഈ 4 ദിവസത്തെ ഗൗരവമായി കാണണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വന്ന മുഴുവൻ പേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.